മഹാരാഷ്ട്രയിലെ കല്യാണിലെ ദുർഗാഡി ഫോർട്ടാണ് ഈ കാണുന്നത്. ഈ കോട്ട നിർമ്മിച്ചതിന് പിന്നിൽ രണ്ട് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇതൊരു കപ്പൽ നിർമ്മാണശാലയായിട്ടും സൈനിക ആവശ്യത്തിനു വേണ്ടിയായിരുന്നു ഈ കോട്ട പണിയിച്ചത്. ഈ കോട്ട കപ്പൽ നിർമ്മാണശാലയായി ശരിക്കും ഉപയോഗപ്പെടുത്തിയത് ശിവജിയാണ്. ഷാജഹാൻ ചക്രവർത്തിയാണ് ദുർഗാഡി കോട്ടയുടെ നിർമ്മാണം തുടങ്ങിയത്. മകൻ ഔറംഗസീബിൻ്റെ ഭരണകാലത്താണ് കോട്ടയുടെ പണി പൂർത്തിയാകുന്നത്. 1636 മുഗള ചക്രവർത്തിമാരുമായുള്ള ഉടമ്പടി പ്രകാരം ഈ കോട്ട ആദിൽ ഷായ്ക്ക് കൈമാറുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് ശിവജിയുടെ സൈന്യം ഈ കോട്ട പിടിച്ചടക്കുകയും കോട്ടക്കകത്ത് ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു. ആ ക്ഷേത്രത്തിൻ്റെ പേരാണ് ദുർഗാഡി ടെമ്പിൾ. ശിവജിയുടെ സൈന്യം ഈ കോട്ട കീഴടക്കിയപ്പോൾ ഇതിൻ്റെ അടിത്തറയിൽ നിന്ന് ധാരാളം പണം കിട്ടി. ആ പണം ദുർഗാദേവിയുടെ അനുഗ്രഹമാണെന്ന് വിശ്വസിച്ച ശിവജി ഇതിനകത്ത് ദുർഗാദേവിയുടെ പേരിലൊരു ക്ഷേത്രം പണിയുകയായിരുന്നു. പിന്നീട് ആ ക്ഷേത്രത്തിൻ്റെ പേര് ഈ കോട്ടക്കും ദുർഗാഡി കില, ദുർഗാഡി ഫോർട്ട് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇത്രയുമാണ് ഈ കോട്ടയുടെ ചരിത്രം. ചുരുക്കത്തിൽ മുഗളന്മാർ നിർമ്മിക്കുകയും പിന്നീട് ബീജാപ്പൂർ സുൽത്താൻമാർക്ക് കൈമാറുകയും അത് കഴിഞ്ഞ് മറാത്ത രാജാക്കന്മാർ കീഴടക്കുകയും ഒടുവിൽ ബ്രിട്ടീഷുകാരുടെ കൈവശത്തിലാവുകയും ചെയ്ത കോട്ടയാണ് ഈ ദുർഗാഡി ഫോർട്ട്. ഈ കോട്ട ശരിക്കും സൈനിക ആവശ്യത്തിന് വേണ്ടി കപ്പൽ നിർമ്മാണശാലയാക്കി ഉപയോഗപ്പെടുത്തിയത് ശിവജിയുടെ കാലത്താണ്.